നമസ്കാരം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റിയും സ്പൈസിയുമായ മീൻ അച്ചാറാണ്. മീൻ അച്ചാർ ഉണ്ടാക്കാനായി ഞാനിവിടെ 1 കിലോ ചൂരമീൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുകയാണ്. നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 30 മിനിറ്റ് ഈ അരപ്പ് പിടിക്കാനായി മാറ്റിവെക്കാം. അടുത്തതായി നമുക്ക് മീൻ വറുത്തെടുക്കാം. അതിനായി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മീൻ വറുത്തെടുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏതെണ്ണ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് മീൻ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം. മീൻ തങ്ങളിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇതുപോലെ സ്പ്രെഡ് ചെയ്തിടുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം മീൻ വറുത്തെടുക്കാൻ. മീൻ ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് മാത്രമേ ഇളക്കാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തേച്ച് പിടിപ്പിച്ച അരപ്പ് അതിൽ നിന്ന് വിട്ടുപോകും. ഇടവിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്നാൽ മീൻ ഓവർ ഫ്രൈ ആവാതെ നോക്കുകയും വേണം. ഇപ്പോൾ മീൻ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. മീനെല്ലാം കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ആ ബാക്കി വന്ന എണ്ണയിലേക്ക് തന്നെ കടുക് വറുക്കാം. ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഞാൻ ചേർക്കുകയാണ്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2-3 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 200 ഗ്രാം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 150 ഗ്രാം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു 7 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായി നമുക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചേക്കുന്ന മീൻ ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് വീണ്ടും 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ടോട്ടൽ 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. സാദാ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇപ്പോൾ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ഗ്ലാസ് വിനാഗിരി കൂടി ചേർക്കുകയാണ്. വിനാഗിരി ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്.
അച്ചാർ തണുത്തതിന് ശേഷം നമുക്കിത് ജാറിലേക്ക് മാറ്റാം. 2 ദിവസം പുറത്ത് വെച്ച് ഒന്ന് സെറ്റായതിനു ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക. അടുത്തൊരു നല്ല വീഡിയോയുമായി എത്തുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.